2026 RTX 3060 12GB ഗ്രാഫിക്സ് കാർഡ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഈ കാർഡ് ഇപ്പോഴും വെർത്താണോ അതോ ഈ കാർഡ് ഔട്ട്ഡേറ്റഡ് ആയി പോയോ? 3060 ഇപ്പോഴും നല്ല സെയിൽസിലൂടെയാണ് വിറ്റുപോകുന്നത്. ഇതിന്റെ മെയിൻ റീസൺ 12GB VRAM ആണ്. പല എൻട്രി ലെവൽ പുതിയ കാർഡിലും VRAM 8GB ആണ് വരുന്നത്. ഹെവി ടെക്സ്ചർ ഗെയിംസിലും AI എഡിറ്റിംഗ് ബ്ലെൻഡർ എല്ലാത്തിലും ആ എക്സ്ട്രാ VRAM യൂസ്ഫുൾ ആവും. 180p സ്മൂത്ത് ആയിട്ട് ഒരു ഗെയിമിംഗ് കളിക്കാനാണോ നിങ്ങൾ പ്ലാൻ? എന്നാൽ 3060 കൺസിഡർ ചെയ്യാം. ഹൈ സെറ്റിംഗ്സിലും ആൾമോസ്റ്റ് എല്ലാ മോഡേൺ ഗെയിംസും നല്ലൊരു എക്സ്പീരിയൻസോടെ കളിക്കാൻ സാധിക്കും. 2K ആയാലും നോ പ്രോബ്ലം. പക്ഷേ അൾട്രാ സെറ്റിംഗ്സിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എക്സ്പെക്ടേഷൻ കുറച്ചൊന്ന് കുറയ്ക്കണം. അൾട്രാ സെറ്റിംഗ്സിൽ DLSS യൂസ് ചെയ്താൽ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുമെന്ന് കുറച്ച് യൂസേഴ്സ് പറയുന്നുണ്ട്. എത്ര സത്യമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഈ കാർഡിന്റെ പ്രോബ്ലം ഉണ്ട്. റേ ട്രേസിംഗ് പെർഫോമൻസ് ലേറ്റസ്റ്റ് RTX പോലെയല്ല. അത് മാത്രമല്ല DLSS ഫ്രെയിം ജനറേഷൻ സപ്പോർട്ടും ഈ കാർഡിൽ കിട്ടത്തില്ല. റാസ്റ്റർ പെർഫോമൻസ് നല്ലതാണെങ്കിലും ലേറ്റസ്റ്റ് കാർഡിൽ സപ്പോർട്ട് ചെയ്യുന്ന തോനെ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ്. സോ യൂസർ മാർക്കറ്റിൽ RTX 3060 12GB കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ, അതും നല്ലൊരു കണ്ടീഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യുക. പക്ഷേ ന്യൂ കാർഡ് ആൾമോസ്റ്റ് RTX 5060 പ്രൈസ് ആണെങ്കിൽ നിങ്ങൾ 5060 ചൂസ് ചെയ്യുക. കാരണം അതിൽ നല്ല ആർക്കിടെക്ചറും ഉണ്ട്, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ ഗെയിമിംഗ്, എഡിറ്റിംഗ്, സ്ട്രീമിംഗ് ഒക്കെയാണ് നിങ്ങൾ പ്ലാൻ എങ്കിൽ യൂസർ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് പോയിന്റിൽ RTX 3060 കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങുക. പുതിയൊരു RTX 3060 വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ഹൈ ആണെങ്കിൽ വാങ്ങാൻ നിൽക്കല്. മാർക്കറ്റിൽ വേറെയും കാർഡ് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ VRAM-നായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതോ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്?